ഹലോ, നമ്മൾ വീണ്ടും എത്തുന്നത് വളരെ ചടുലമായ ഒരു നൃത്താവിഷ്കാരത്തിലേക്കാണ് എത്തുന്നത്. പൂരക്കളി, കോൽക്കളി, കോൽക്കളി അല്ലേ? കോൽക്കളി, കോൽക്കളി ഇതെല്ലാം ഏതാണെന്ന് പറഞ്ഞു പോകും ഈ തിരക്കിലിടെ നിൽക്കുമ്പോൾ. കോൽക്കളിയാണ് കാണാൻ പോകുന്നത്. വളരെ എനർജറ്റിക് ആയിട്ട് ആവേശം നിറഞ്ഞ ചടുല താളങ്ങളുമായി ഒരു കോലുമായി 2 കോലുകൾ ഒരാളുടെ കയ്യിലുണ്ട്. അത് വെച്ചുള്ള മാസ്മരിക പ്രകടനമാണ് കോൽക്കളിയിൽ കാണാൻ പോകുന്നത്. കോഴിക്കോട്ടു നിന്നുള്ള കുട്ടികളാണ് ഈ കോൽക്കളി നമുക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത്. കണ്ണൂര് എല്ലാം തെറ്റി. ഓക്കെ, കണ്ണൂരിൽ നിന്നുള്ള കുട്ടികളാണ്. കണ്ണൂരും കോഴിക്കോടും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണല്ലോ. ആര് കപ്പടിക്കും? കണ്ണൂർ കപ്പടിക്കും. അപ്പോൾ അവർ ആ ആത്മവിശ്വാസത്തിലാണ്. കണ്ണൂരിൽ നിന്നുള്ള കുട്ടികൾ, ചുണക്കുട്ടികൾ നമുക്ക് വേണ്ടി ഇപ്പോൾ കോൽക്കളി അവതരിപ്പിക്കും. ഞാൻ ഇതിന്റെ നടുക്കൊന്ന് മാറിക്കൊടുക്കാം. കഴിഞ്ഞു അവരുടെ പ്രകടനം കഴിഞ്ഞു. ഇത് ഇത്ര ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾ എങ്ങനെ ചെയ്യുന്നു? ഇതിന്റെ ഒരു രീതി എങ്ങനെയാണോ? വളരെ ഫാസ്റ്റ് ആയിട്ട്. ആരാ പറയാ? ഇന്ത്യ നിങ്ങളുടെ ലീഡർ ആരാ? ഇതിങ്ങനെ വളരെ ഫാസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്തു പഠിക്കുന്നത് എങ്ങനെയാ? കാരണം നമ്മുടെ ഈ പ്രാക്ടീസ് ചെയ്യുമ്പോഴൊക്കെ തലക്കെട്ടൊക്കെ മൂക്കിനിട്ടൊക്കെ ഈ കോല് വെച്ച് അടി കിട്ടുമോ? കൈപൊട്ടി. ഇത്തവണത്തെ മത്സരം കഴിഞ്ഞപ്പോ കൈയൊക്കെ പൊട്ടി. ചോര കണ്ടുള്ള കളിയാണ് അല്ലേ? അതെ, 5 മാസത്തെ പ്രാക്ടീസ് ആണ്. 5 മാസത്തെ പ്രാക്ടീസ്. അപ്പോ ഈ കോലിന് എന്താ പറയുന്നത്? പ്രത്യേകിച്ച് പേര് വല്ലതും ഉണ്ടോ? കോല്, ഇതിലൊരു മണിയൊക്കെ ഉണ്ട്. ടീൻ ടീൻ ചെലമ്പെന്നാണ് പറയാ. അതിനകത്ത് കുറച്ച് ബോൾസ് ഒക്കെ കാണാം. ചെലമ്പ് ഇതിൽ കെട്ടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് സംഗീതം അതിന്റെ താളത്തിനൊത്ത് തുള്ളാൻ വേണ്ടിയിട്ട്. ഓക്കെ, എന്തായാലും ഞാൻ ഇതിന്റെ ഇടയിൽ നിന്ന് ഓടി മാറിയത് നന്നായി. അല്ലെങ്കിൽ എന്റെ കാര്യം ചമ്മന്തിയായേനെ. പാണ്ടിലോറി കയറിയ തവളയെ പോലെ ആയേനെ. അത്രമാത്രം ഇവർ ഭയങ്കര ഫാസ്റ്റായിട്ട് ഉരുണ്ട് കളിക്കുന്നത്. നമുക്ക് എന്തായാലും മികച്ച പ്രകടനം, മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ച നമ്മുടെ കണ്ണൂരിലെ കുട്ടികൾക്ക് എല്ലാവർക്കും കൂടി ഒരു കൈയ്യടി കൊടുത്താലോ? ഒരു കൈയ്യടി കൊടുത്തേ. ഓക്കെ.